നവകേരള ബസ് അന്തർ സംസ്ഥാന സർവീസായി ഉപയോഗിക്കാൻ കെഎസ്ആർടിസിയിൽ ആലോചന. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തും. കൂടിയ നിരക്കിലായിരിക്കും സർവീസ് നടത്തുക. സ്റ്റേറ്റ് കാരേജ് പെർമിറ്റിന്റെ നടപടികൾ പൂർത്തിയായാൽ നവകേരള ബസിന്റെ സർവീസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. ബസ് മാസങ്ങളായി വെറുതെ കിടക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് കോണ്ടാക്ട് കാരേജ് മാറ്റി സ്റ്റേറ്റ് കാരേജ് ആക്കിയിരുന്നു. 6 ലക്ഷം രൂപ ചെലവിൽ മുഖ്യമന്ത്രിക്കായി ബസിൽ സ്ഥാപിച്ച സീറ്റ് അഴിച്ചുമാറ്റിയിട്ടുണ്ട്. ഭാവിയിൽ VIP യാത്രയ്ക്കായി ഈ സീറ്റ് സൂക്ഷിക്കാനാണ് തീരുമാനം. ബസിൽ യാത്രക്കാരുടെ ലഗേജ് വയ്ക്കാൻ ഇടമില്ലാത്തതിനാൽ സീറ്റുകൾ പുനഃക്രമീകരിച്ച് സ്ഥലമൊരുക്കിയിട്ടുണ്ട്. ബസിന്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല. 1.15 കോടി മുടക്കിൽ ഭാരത് ബെൻസിൽ നിന്നായിരുന്നു നവകേരള യാത്രയ്ക്കായി ബസ് വാങ്ങിയത്. കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനായിരുന്നു പദ്ധതിയെങ്കിലും അതുണ്ടായില്ല. ഭാരത് ബെൻസിന്റെ ഈ ബസ് പിന്നീട് നവകേരള സദസ്സിനു ശേഷം പുതുക്കി പണിയുന്നതിനായി ബംഗളൂരുവിലെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ മാസങ്ങളോളം വർക്ക്ഷോപ്പിൽ കിടന്ന വാഹനം പിന്നീട് കെഎസ്ആർടിസിയുടെ പാപ്പനംകോട്ടെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ബസ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാൻ തീരുമാനമെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.